ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു രക്ഷാദൗത്യത്തിനുള്ള സർവ്വസജ്ജമായ തുടരുക. മന്ത്രി OR കേളു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, താങ്കൾക്ക് ആ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്? അതെ, ഞാൻ ഇന്ന് വെളുപ്പിനാണ് നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ നിമിഷം തന്നെയാണ് പുറകെ തന്നെ ഫോൺ വരുന്നത്. ഇങ്ങനെ ചൂരൽമല ഉരുൾപൊട്ടി വലിയ കുഴപ്പമുണ്ടായി എന്നറിയാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ രാവിലെ വീണ്ടും തിരിച്ച് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം 6 മൃതശരീരങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഇനി കുടുങ്ങി കിടക്കുന്നുണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഈ പ്രദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു പാലം ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയി. സൈന്യവും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ അവിടെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് കടക്കാനുള്ള, പാലം തകർന്ന ഭാഗത്ത് അങ്ങോട്ട് കടക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറും ഭരണകൂടവും രാത്രി തന്നെ, സംഭവം ഉണ്ടായ ആ നിമിഷം തന്നെ രാത്രി സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചെന്ന് വെളുപ്പോടുകൂടി തന്നെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഇതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മിനിസ്റ്റർക്ക് ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം കൃത്യമായി അറിയാമല്ലോ. ഇത് ഈ മുണ്ടക്കൈ ഭാഗം, അത് കുറച്ച് ഉയരത്തിലുള്ള ഭാഗമാണ്. അവിടെ നിന്നും ഉരുൾപൊട്ടി താഴേക്ക് ചൂരൽമല ഭാഗങ്ങളിലേക്ക് ഒലിച്ചിറങ്ങിയതായിരിക്കുമോ? അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ പുത്തുമല ദുരന്തം ഉണ്ടായത് ഓർക്കുന്നുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. പുത്തുമലേന്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഭൂപ്രകൃതി ഒരു മലമ്പ്രദേശമാണ്, തേയില പ്ലാന്റേഷനാണ്. അപ്പോൾ ആ സ്ഥലം ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ചെങ്കുത്തമായിട്ടുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പാർശ്വഫലങ്ങൾ വളരെ ഭീകരമായിരിക്കാനുള്ള സാധ്യത എന്നുള്ളത്. ചൂരൽമല ഒരു ചെറിയ ടൗൺ. നമുക്ക് ആ വെള്ളാർമല സ്കൂളൊക്കെ കാണാം. സ്കൂളിന്റെ അടിഭാഗമൊക്കെ പൂർണ്ണമായും മണ്ണും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശമാണത്. കൂടുതൽ ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണോ? അതെ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു പ്ലാന്റേഷൻ മേഖലയാണ്. തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ സ്കൂള് തടസ്സമായതുകൊണ്ട് വലിയൊരു ദുരന്തം, അതിന്റെ ഒരു ആഘാതം കുറഞ്ഞു എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള സൈന്യം അവിടേക്ക് എത്തുന്നുണ്ട്. സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എയർലിഫ്റ്റിങ്ങിനുള്ള സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ആരൊക്കെയാണ് അവിടേക്ക് പോകുന്നത്? ഇപ്പൊ ഇവിടെ ഞങ്ങളെ മന്ത്രിമാരെ, ഞാനും റവന്യൂ മിനിസ്റ്ററും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ തുറമുഖ വികസന വകുപ്പ് മന്ത്രി ഇപ്പൊ വയനാട്ടിൽ ഏകദേശം എത്തിച്ചേരാനായി. പിന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനം തിരുവനന്തപുരത്തുണ്ട്, സെക്രട്ടറിമാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് പോവാണ്. 8 മണിക്കുള്ള ഒരു ഹെലികോപ്റ്ററിൽ പോകാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടേക്ക് ഈ വഴി ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകാനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അല്ല, അതൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമല്ലോ. അതിപ്പോ സംഭവം ഇപ്പോൾ എത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റി, എത്ര ആൾക്കാർ മരണപ്പെട്ടു, അതിൻ്റെയൊക്കെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ കൃത്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഗവൺമെന്റിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. എന്തായാലും അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം കൂടി പങ്കുവയ്ക്കുകയാണ്. ചെങ്കുത്തായ പ്രദേശം, തോട്ടം മേഖല, അവിടെ അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ധാരാളം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു